ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ 2026 ആറ്റുകാൽ പൊങ്കാല ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് പൊങ്കാല വിശേഷങ്ങൾ കാണാം. തലേദിവസം രാത്രി തന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. പൊങ്കാല ഇടാനുള്ള മൺകലം, പിന്നെ തവിയും അടപ്പും എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറകും ചൂട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കിണ്ടി വെക്കുന്നുണ്ട്. പായസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് ഗണപതി കുരുക്കിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാമാണ്. ഇളക്കുണ്ട്, തിരിയുണ്ട്, ഗണപതി കുരുക്കെല്ലാം ഉണ്ട്, സാമ്പ്രാണി, കർപ്പൂരം, അങ്ങനെ എല്ലാം. പിന്നെ പഴം, വെറ്റിലയും പാക്കും, പിന്നെ പായസത്തിന് വേണ്ടിയുള്ള നെയ്യ്, ചുക്ക്, ഏലക്കാപ്പൊടി, കാഷ്യൂനട്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് വെക്കുകയാണ്. പിന്നെ അരി കഴുകാനുള്ള പാത്രങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. പായസത്തിന് വേണ്ടിയുള്ള ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലെ കുറച്ച് പൂവും തുളസി ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പൊങ്കാല ദിവസം രാവിലെയായി. 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പ്ലാൻ ചെയ്തത്. എല്ലായിടത്തും വെച്ചൊക്കെ വന്നപ്പോഴത്തേക്കും 2:15 കഴിഞ്ഞു. രാത്രി 10 മണി 11 മണി കഴിഞ്ഞാൽ കിടന്നത്. പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം കാറിൻ്റെ ഡിക്കിയിലാക്കുകയാണ്. അങ്ങനെ ഡിക്കിയിൽ എല്ലാ സാധനവും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. റോഡിൽ അത്യാവശ്യം കിളിമാനൂരൊക്കെ കഴിഞ്ഞ് തൊട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലായിടത്തും എല്ലാവരും പൊങ്കാലയ്ക്ക് വേണ്ടി നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് എല്ലാം പേരൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. പിന്നെ റോഡിൽ വരുന്ന വഴിക്ക് എല്ലാം ഫുള്ളായിട്ട് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പട്ടത്താണ് പൊങ്കാല ഇട്ടത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ ആയിരുന്നു. അവിടെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്രാവശ്യം അവിടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. ഞങ്ങൾക്ക് ഒരു അടുപ്പൊക്കെ കിട്ടി. നമ്മൾ സാധനം എല്ലാം കൊണ്ടുവച്ചു. തൊട്ടടുത്ത് തന്നെ ആറ്റുകാൽ അമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ച് നമ്മൾ ചന്ദനമൊക്കെ തൊട്ടു. നയൻ 45 പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നത്. ആദ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ 5 പേർക്കും കസേരയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഗണപതി കുരുക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയമായി വരുന്നു. കലത്തിലും ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നടന്ന പൂ വെച്ച് ചെറിയൊരു മാല സെറ്റ് ചെയ്തിട്ടുണ്ട് കലത്തിൽ. അപ്പോൾ കലത്തിൻ്റെ മാല എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ തന്നെ കെട്ടിയ മാലയാണ്. തീ കത്തിച്ചപ്പോഴത്തേക്കും നൈസായിട്ടുള്ള നൂലായതുകൊണ്ട് അപ്പം തന്നെ പൊട്ടി വീഴുകയും ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പട്ടം ഫ്രണ്ട്സിൻ്റെ വക അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഡലി, സാമ്പാർ, ഉഴുന്നുവട, ചട്നി, അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾ കഴിച്ചു. അമ്മയാണെങ്കിൽ പൊങ്കാല ഇട്ടതിന് ശേഷമാണ് കഴിച്ചത്. അങ്ങനെ 9:45 ആയി. തീയൊക്കെ പകർന്നു തരാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ ചൂട്ടൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങൊന്ന്
തീ പകർന്ന് പകർന്ന് വരികയാണ്. അങ്ങനെ നമ്മുടെ അടുപ്പിലും തീ കത്തിച്ചു. പിന്നെ ബാക്കി അങ്ങോട്ട് പകർന്ന് പകർന്ന് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ പുകയാണ് അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അരിയിടുകയാണ്. ഇപ്രാവശ്യം ഒരു കലം മാത്രമേ ഉള്ളായിരുന്നു, അമ്മ മാത്രമേ ഇടുന്നുള്ളായിരുന്നു. അങ്ങനെ കിഴക്കോട് തന്നെ ഫസ്റ്റിൽ തിളച്ച് തൂക്കി എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാംഗോ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാട്ടർ മെലൺ കിട്ടി. പിന്നെ ശർക്കരയും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഒക്കെ ചേർത്തു. തേങ്ങ, നെയ്യ് ബാക്കിയെല്ലാം ചേർത്തു. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ഷോപ്പറുമായിട്ട് മുത്തൂറ്റിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. അതും ഒരു 5 കിട്ടി. അതിൻ്റെ കൂടെ അവരുടെ വിഷറിയും ഉണ്ടായിരുന്നു മുത്തൂറ്റിൻ്റെ. 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചും അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ. അതും പോയി എല്ലാവരും കഴിച്ചു. പിന്നെ 2:15 നിവേദ്യം തളിക്കാൻ വരുന്നത്. അതുവരെയുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ നല്ല രീതിയിൽ നിവേദ്യമൊക്കെ തളിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. പൊങ്കാല കഴിഞ്ഞ് പിന്നെ റോഡിൽ നല്ല ബ്ലോക്കും തിരക്കുമാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുപോലത്തെ തിരക്കാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ പൊങ്കാല വിശേഷം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.